ഹായ് നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കല്യാണിയാണെങ്കിലും കണ്ണനാണെങ്കിലും വെക്കേഷൻ ആവാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല. ഏകദേശം നമ്മുടെ സ്ഥിരമായി വീഡിയോസ് കാണുന്ന ആളുകൾക്കൊക്കെ മനസ്സിലായി കാണും. വെക്കേഷനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർക്ക് പോകാമെന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എല്ലാ വെക്കേഷനും ജസ്റ്റ് ഒന്നോ രണ്ടോ ദിവസമെങ്കിലും പോയി നിൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസം മുന്നേ കല്യാണിയുടെ സ്കൂൾ അടച്ചപ്പോൾ തൊട്ട് വീട്ടിൽ നിന്ന് വിളി വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെയാണെങ്കിൽ ജാനി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക കല്യാണിയും കൂടെ ചെല്ലാൻ വേണ്ടിയിട്ട് കളിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ 2 ദിവസം കൂടെ കഴിയട്ടെ. എനിക്കിവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ എനിക്ക് കുറച്ചിങ്ങനെ ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെയുള്ളൊരിതിലിങ്ങനെ നിൽക്കായിരുന്നു. പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. എനിക്ക് ചെറിയൊരു കുറവ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനുള്ള മടി കാരണം അതിങ്ങനെ നീട്ടി കൊണ്ടുപോയേക്കായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കൊണ്ടുപോകാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ജോലിക്ക് പോയി, ഹസ്ബൻഡ് ജോലിക്ക് പോയി. അപ്പോൾ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 മാസമൊക്കെ നിൽക്കാൻ പോകുന്ന പോലെയാണ് കേട്ടോ. ഒരു 5-6 ബാഗൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ആയിട്ടാണ് പോവാത്. അപ്പോൾ ഞാനും ചേട്ടനും തന്നെ പോകുന്ന പോലെയല്ലല്ലോ. മക്കളുടെ ആകുമ്പോൾ അവരുടേതായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എനിക്ക് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ആ സാധനങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ കാറിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ അച്ഛൻ ജോലിക്ക് പോയപ്പോൾ ജാനിയും സൈത്തും കൂടെ ഇങ്ങോട്ട് വന്നു. പിന്നെ ഇവിടുന്ന് കാറെടുത്ത് പോകാമല്ലോ. അല്ലെങ്കിൽ പിന്നെ അവർ ബൈക്കിൽ വന്നു കഴിഞ്ഞ് പിന്നെ ബൈക്ക് വീട്ടിൽ വെച്ച് പിന്നെ കാറിൽ അങ്ങനെയൊക്കെ പോകണ്ടേന്ന് വിചാരിച്ചിട്ട് അച്ഛൻ്റെ കൂടെ വന്നു കേട്ടോ. അവൻ ഞങ്ങളെ കൊണ്ട്. അവനാണെങ്കിൽ ഇപ്പോൾ ലീവിന് വന്നേക്കുന്നത് കാരണം ബോറടിച്ചിരിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ ജോലിക്കും പോകില്ല. അപ്പോൾ ബോറടിച്ചിരിക്കുക വീട്ടിൽ. അപ്പോൾ ഞങ്ങളും കൂടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഒച്ചയനക്കൊക്കെ ആവുമല്ലോ എന്ന് വെച്ചിട്ട് ആളിങ്ങനെ കുറേ ദിവസമായിട്ടോ എക്സാം നടക്കുമ്പോൾ മുതലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സാമിന് അവിടെ നിന്ന് ഞാൻ കൊണ്ടുവന്നാക്കാം കല്യാണീനെ വായോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എക്സാമൊക്കെ കഴിഞ്ഞൊന്ന് നോക്കി ആവട്ടെ എന്നിട്ട് പോവാം എന്നൊക്കെ വരാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നീണ്ട് പോയതാണ് കേട്ടോ. അപ്പോൾ എക്സാം കഴിയുന്നന്ന് വൈകിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം കൂടെ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇന്ന് ഞങ്ങൾ ചിലർക്ക് പോകാൻ കേട്ടോ. അപ്പോൾ എനിക്ക് പോകുന്നത് ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ് പോകുക. എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഈ ഭാണ്ഡക്കെട്ടുകളൊക്കെ കെട്ടിപ്പറക്കി അങ്ങോട്ട് പോവുക. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തിരിച്ച് വരുമ്പോഴുള്ള പണികൾ കാരണം ഈ കൊണ്ടുപോയ സാധനങ്ങളെല്ലാം മടക്കി ഒതുക്കി വെച്ച് അതുപോലെ തന്നെ ആദ്യം വീട് മൊത്തത്തിലൊരു ക്ലീനിങ്ങിൻ്റെ പരിപാടികളുണ്ടാവും. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ പോകാനുള്ളൊരു സ്റ്റാർട്ടിങ് ട്രബിൾ എനിക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ കല്യാണിനേക്കാളും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കണ്ണന് ഒരുപാട് സന്തോഷം അവിടേക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇവിടെ ഞാനും കല്യാണിയും മാത്രം, ഞങ്ങൾ തമ്മിലുള്ള ബഹളം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വേറെ മൊത്തത്തിൽ കല്യാണിയുള്ളപ്പോൾ സൈലൻസ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ട് ഡോറാണെങ്കിലും ഒക്കെ ഞാൻ അടച്ചിട്ടിട്ട് അങ്ങനെയാണ് ഇരിക്കുകയുള്ളൂ. കാരണം റോഡ് ആണ്, ഗേറ്റൊക്കെ അടച്ചിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുകയുള്ളൂ. പക്ഷേ ചിലരെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഫ്രണ്ടിലത്തെ ഡോർ അടയ്ക്കുന്നതൊക്കെ വളരെ ചുരുക്കം. നമ്മൾ ഒരു സാധാരണ ഒരു പാടം അല്ലെങ്കിൽ ഒരു ഗ്രാമപ്രദേശമാണ് വീട്. അപ്പോൾ അവിടെ ഫ്രണ്ടിലത്തെ ഫുൾ എപ്പോഴും ഓപ്പണാണ്. കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓപ്പണായിട്ടുള്ള പാടത്തും പറമ്പിലും അങ്ങനത്തെ ഒരു ഇതൊക്കെയല്ല അവർക്ക് എപ്പോഴും ഇഷ്ടപ്പെടാം. കല്യാണിക്ക് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞ് ഇങ്ങനെ പാടത്തും പറമ്പിലായിട്ട് ഇങ്ങനെ നടക്കും കേട്ടോ. അങ്ങനെ ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പോൾ കണ്ണനും അതെ, അത് ആ ഒരു ഈവനിങ് ആയി കഴിഞ്ഞ് ഇങ്ങനെ പാടത്ത് കൊണ്ട് നടക്കും, പറമ്പിൽ കൊണ്ട് നടക്കും. അപ്പോൾ അതൊക്കെ അവനൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാറുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു പ്രശ്നമായിട്ട് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ചൂടാണ്. ചൂടെന്ന് പറഞ്ഞാൽ പാടാണല്ലോ. അപ്പോൾ ഡയറക്റ്റ് വെയിൽ ടെറസിലേക്ക് നല്ലപോലെ അടിക്കും. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത് വിയർത്തൊഴുകി നിന്നിട്ടാണ് കേട്ടോ ഈ വോയിസ് കൊടുക്കുന്നത്. ഭയങ്കര ഒരു ചൂടാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ വെക്കേഷന് ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ആദ്യമൊക്കെ ആണെങ്കിൽ പോലും ഈ ഒരു സമയത്ത് കാണാൻ ഇപ്പം ഞാൻ പറയാറുണ്ടല്ലോ മേത്തൊരു ചൂട് പോലെയെന്ന്, അതുണ്ടാവാറുണ്ട് ഇവിടെ വരുന്ന സമയത്തൊക്കെ. അപ്പോൾ കല്യാണം ഉണ്ടാവുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ വെക്കേഷൻ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട് എനിക്ക് തോന്നുമ്പോഴൊക്കെ. ഇപ്പോൾ കല്യാണം ഉണ്ടായി അവൾ സ്കൂളിലൊക്കെ പോയതിന് ശേഷമാണ് നമുക്ക് ഈ വെക്കേഷൻ്റെ കാര്യം ഇങ്ങനെ നോക്കേണ്ടത്. അപ്പോഴും കണ്ണിൻ്റെ ബോഡിയിൽ ആ ഒരു ടെമ്പറേച്ചർ ഇങ്ങനെ വരും. അപ്പോൾ ഞങ്ങൾ ഉച്ച സമയത്തൊക്കെ ഇങ്ങനെ ഒന്നുകിൽ കൊണ്ടുപോയി വെറുതെ പച്ചവെള്ളത്തിൽ കുളിപ്പിക്കുക അവനെ. ചൂട് ഇങ്ങനെ അതെന്താണെന്നറിയില്ല, അന്തരീക്ഷത്തിൽ നല്ല ചൂടാണ്. അവനാണെങ്കിൽ വെള്ളം കുടിക്കാനായിട്ട് മടിയാണ്. അപ്പോൾ അതിൻ്റെ എന്തോ അവൻ്റെ ബോഡി ഇങ്ങനെ ഭയങ്കര. അപ്പോൾ ഇന്നാൾ ഞാനത് പറഞ്ഞപ്പോൾ കുറേ പേർ എന്നോട് പേഴ്സണലി ആണെങ്കിലും വന്ന് പറഞ്ഞു അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ വരും, പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ല പനിയായിട്ട് വരും, കഫക്കെട്ട് വരും, ചിലപ്പോൾ അത് കൂടും, ഉള്ളിൽ കഫക്കെട്ട് ഉണ്ടായിരിക്കും എന്നൊക്കെ. പക്ഷെ അവൻ അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം
അങ്ങനെ ഉണ്ടാവാറുണ്ട് അവന്. അപ്പോൾ നമ്മൾ നനഞ്ഞ തുണി കൊണ്ടൊക്കെ തുടയ്ക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അതാണ് ഭയങ്കര ചൂടാണ് കേട്ടോ. തുമ്പൂരത്തെ അപേക്ഷിച്ചും കൊടകരയായിരുന്നപ്പോൾ അവിടുത്തെ അപേക്ഷിച്ചൊക്കെ ഇവിടെ ചൂട് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതാണ് എനിക്കൊരു ടെൻഷൻ. അപ്പോൾ ഇവിടെ വരുമ്പോൾ പായൊക്കെ വിരിച്ച് ചിലപ്പോൾ നിലത്ത് ബെഡിൻ്റെ ചൂട് കിട്ടണ്ടെന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ കെടുത്തും. അതുപോലെ ചിലപ്പോൾ ട്രൗസർ ഞാൻ ഇടിച്ചു കൊടുക്കില്ല, പാമ്പർ ഉണ്ട് ഓൾറെഡി ഇടയിൽ, അപ്പോൾ അങ്ങനെയൊക്കെ കെടുത്തും. പക്ഷേ വന്ന് ഫസ്റ്റ് ദിവസം തന്നെ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് അവനങ്ങനെ ചൂട്, നല്ല രീതിയിൽ ചൂട് ആയി തുടങ്ങി കേട്ടോ. അപ്പോൾ നൈറ്റൊക്കെ ആയപ്പോഴേക്കും ആൾക്ക് നല്ല ചൂടായി തുടങ്ങി. അപ്പം ഞാൻ പിന്നെ ഒന്ന് ഈവനിങ്ങിൽ മേലൊക്കെ കഴുകിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഒരു നൈറ്റൊക്കെ ആയപ്പോൾ കിടക്കാൻ പോകുന്നതിന് മുൻപ് നനഞ്ഞ തുണിയൊക്കെ എടുത്ത് മേലൊക്കെ നല്ലപോലെ തുടച്ച് ഒന്ന് ബോഡി ഒന്ന് തണുപ്പിച്ചൊക്കെ എടുത്തു. അപ്പോൾ പിന്നെ ആൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അവന് ഭയങ്കര, ഇപ്പോൾ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു പോത്തുംകുട്ടീനെയൊക്കെ, പോത്താണ് എരുമയാണോ കേട്ടോ എന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഈ ഒരു ഈവനിങ് ടൈമിൽ ശരിക്കും ഇവർ എൻജോയ് ചെയ്യുന്നൊരു സമയമാണ്. അവിടെ മുറ്റത്താണെങ്കിലും അവിടെ ഇങ്ങനെ തോടും പാടമൊക്കെ പോലെയൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഞാൻ കൊണ്ടുവന്നൊക്കെ നടക്കും. പിന്നെ ഇപ്പോൾ ഇവിടെ നമുക്ക് പാടമൊക്കെ ആയത് കാരണേ ഈ വേനൽക്കാലത്താണ് എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാ വേനലിലും അച്ഛൻ എന്തെങ്കിലുമൊക്കെ ചില സമയങ്ങളിൽ എന്നൊക്കെ പറഞ്ഞാൽ പാടം നിറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ കടയിലേക്ക് കൊടുക്കുക പോലും ചെയ്യാറുണ്ട്. പിന്നെ ചേട്ടന് ആദ്യം കടയുണ്ടായിരുന്നു കേട്ടോ കൊടകര. അപ്പോൾ അവിടെ കടയിലേക്കൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളാണ് വെള്ളരി, കുമ്പളങ്ങ, മത്തങ്ങ, പൊട്ട് വെള്ളരി, അതുപോലെ പയർ, വെണ്ട, ഈ വക സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം അധികമൊന്നുമില്ല, പയറും വെണ്ടയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീര അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്നലെ വീട്ടിലേക്ക് വന്നപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെണ്ട ഏകദേശം മുറിക്കാറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൈതു അത് മുറിക്കാനൊക്കെ പോയപ്പോൾ എനിക്കതങ്ങനെ കാണുമ്പോഴൊക്കെ ഇഷ്ടം കേട്ടോ. അവ മുറിച്ചുകൊണ്ട് നിൽക്കില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഒരെണ്ണം മുറിക്കണം, പക്ഷെ കണ്ണൻ എൻ്റെ തോളിൽ കിടക്കുന്നത് കാരണം എനിക്ക് മുറിക്കാൻ പറ്റുന്നില്ല. നമുക്ക് വെണ്ടാകുമ്പോൾ പിടിച്ചിട്ട് വേണമല്ലോ മുറിക്കാനായിട്ട്, എനിക്ക് മുറിക്കാനേ പറ്റി, പിടിക്കാൻ ആരുമില്ല. അപ്പോൾ ഞാൻ ജാനിക്കുട്ടീനെ വിളിച്ചിട്ട്, ജാനിക്കുട്ടി ഒന്ന് വന്നേ, ആ വെണ്ടയും ഒന്ന് പിടിച്ച് തന്നേ ആൻറ്റിക്ക് മുറിക്കാനായിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അവരെന്നെ കളിയാക്കി. ആകെ എന്താ ഭയങ്കര ശരിയായിരുന്നു കേട്ടോ അമ്മയും സൈത്തും കൂടെ. വെണ്ട പിടിച്ച് തരാൻ ആൾ വേണമല്ലേ മുറിക്കാൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് സിറ്റുവേഷൻ അതായിരുന്നു, കാണാൻ എൻ്റെ തോളിൽ കിടക്കുമ്പോൾ എനിക്കങ്ങനെ മുറിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് പറഞ്ഞിട്ട് എന്നെ ഭയങ്കര ആക്കി ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ. കണ്ണനാണെങ്കിലും അതെ കേട്ടോ, കണ്ണനാരെങ്കിലും കളിയാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഭയങ്കര സന്തോഷമാണ്. പ്രത്യേകിച്ച് എന്നെ എന്തെങ്കിലുമൊക്കെ ആക്കുമ്പോൾ അവൻ ചിരിച്ചിരിച്ചിരിച്ചിരിച്ച് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് നൈറ്റിൽ ഈ ചൂടിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ ഭയങ്കര ഒരു ഇത് തോന്നി കേട്ടോ, വിഷമം തോന്നി. പിന്നെ നമ്മളുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓപ്പണായിട്ട് കിടക്കുന്നതാണ്. ഇപ്പം മതിൽ കെട്ടി ഗേറ്റ് അങ്ങനെ ഇതൊന്നുമില്ല. പിന്നെ അപ്പുറത്തൊക്കെ ആണെങ്കിൽ നിറച്ച് കാട് പിടിച്ച് പുല്ല് അങ്ങനെയൊക്കെ ഉണ്ട്. അത് കാരണം നമുക്ക് ജനലൊക്കെ തുറന്നിടാനും ധൈര്യക്കുറവാണ്. സൈത്തൊക്കെ ഫ്രണ്ടിൽ തുറന്നിടും, കാരണം ഫ്രണ്ടിൽ കട്ടയൊക്കെ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ പാമ്പൊക്കെ കിടക്കുന്ന കാര്യം കുറച്ച് ഇതായിരിക്കും. പക്ഷേ ഞങ്ങൾ കിടക്കുന്ന റൂമിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ അവിടെ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പാമ്പിനൊക്കെ വേണമെങ്കിൽ സിമ്പിളായിട്ട് കയറി കിടക്കാം. അപ്പോൾ അത് മേടിച്ചിട്ട് ഞങ്ങൾ ജനലും തുറന്നിടില്ല. അപ്പോൾ കിടന്ന് കുറേ നേരത്തേക്കൊക്കെ ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു. അപ്പോൾ കണ്ണനെ അപ്പോൾ അല്ലെങ്കിൽ അവന് പുതയ്ക്കാതെ കിടക്കില്ല അവൻ, പക്ഷെ പുതപ്പിക്കാതെയൊക്കെ അങ്ങനെയൊക്കെ കിടത്തിയപ്പോൾ പിന്നെ വെളുപ്പാങ്കാലമായപ്പോൾ കുഴപ്പമില്ല. പിന്നെ ഉച്ച സമയത്താണ് ഒരു രക്ഷയില്ലാത്തത്, ഭയങ്കര ഒരു ചൂടാണ്. അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ദിവസം നിൽക്കണം എന്നുണ്ട്. പക്ഷേ ഈ ഒരു ചൂടിൻ്റെ ഒരു പ്രശ്നം, കണ്ണൻ്റെ മേത്ത് ഈ ഒരു ടെമ്പറേച്ചർ അങ്ങോട്ടേ കൂടുന്നത് കാണുമ്പോൾ നമുക്കതൊരു വിഷമമാണ്. കാരണം അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ വരുമ്പോൾ. പക്ഷെ ഇപ്പോൾ പോവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണനാണെങ്കിലും എന്നെ ചീത്ത പറഞ്ഞ് നല്ല വഴിക്കാക്കും കേട്ടോ. അവനെന്ന് പറഞ്ഞാൽ അത്രയും ഇഷ്ടത്തോടു കൂടി അവൻ ഇങ്ങോട്ട് വന്നേക്കുന്നത്. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ്. അതിപ്പോൾ തുമ്പൂര് ചെന്നാലും ചിലപ്പോൾ കിടന്ന് അവന് ചിലപ്പോൾ അങ്ങനെ വരാം. പക്ഷേ ഇവിടെ വരുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും വേഗം തിരിച്ചു പോവാം എന്ന് വിചാരിക്കും. പക്ഷെ അവനിവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ രണ്ടിൻ്റെയും എന്തായാലും ഞാൻ കുറച്ച് ദിവസം നിൽക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കണ്ണുകുട്ടിക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെ അവനൊരു ബുദ്ധിമുട്ട് കാണിക്കുമ്പോൾ പോലും നമുക്ക് ഭയങ്കര ഒരു ടെൻഷനാണ്. അപ്പോൾ അതാണ് ഒരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ മേലും തുടച്ചൊക്കെ കൊടുക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ആൾ കൂളാവുന്നുണ്ട്. അങ്ങനെ തുടച്ചൊക്കെ കൊടുക്കുമ്പോൾ ആൾ ഓക്കെ ആവുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൻകുട്ടിക്ക് 11 വയസ്സാവാറായിട്ടോ. കഴിഞ്ഞ വർഷം ബർത്ത്ഡേ ഇന്നലെ കഴിഞ്ഞതുപോലെ ഇങ്ങനെ ഓർമ്മയുണ്ട് കേട്ടോ. എനിക്ക് പെട്ടെന്ന് തന്നെയായിരുന്നു അതിൻ്റെ ഒരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത്. നമ്മൾ പറവൂര് വെച്ചിട്ടായിരുന്നു കേട്ടോ ചെറിയൊരു സെലിബ്രേഷൻ പോലെയൊക്കെ ചെയ്തത്. അപ്പോൾ ഇപ്രാവശ്യം ചെറിയ രീതിയിലൊക്കെ ഒന്ന്
ആഘോഷിക്കണം എന്നുണ്ട്. 18-ാം തീയതിയാണ് കേട്ടോ കണ്ണൻ്റെ നാൾ വരുന്നത്, മേടമാസത്തിലെ തൃക്കേട്ടാ. അപ്പോൾ അന്ന് എന്തായാലും ഗുരുവായൂർ പോകണമെന്നൊരു ആഗ്രഹമുണ്ട്, നടക്കും എന്ന് വിചാരിക്കാം, ആഗ്രഹമുണ്ട്. 19-ാം തീയതി ചെറിയൊരു സെലിബ്രേഷൻ പോലെ വെക്കണം എന്നുണ്ട്. അപ്പോൾ കുറേ പേരൊക്കെ വിളിച്ച് ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാലും അത്യാവശ്യം അറിയുന്ന നമ്മളുടെ അടുപ്പുള്ള കുറച്ച് പേരെയൊക്കെ വിളിച്ച് തന്നൊരു കുഞ്ഞൊരു ആഘോഷം പോലെ നടത്തണമെന്ന് വിചാരിക്കുന്നുണ്ട്. ചൂടാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത്. നമ്മളുടെ പോലെയല്ല, അവന് തണുപ്പ്. ഇപ്പോൾ എല്ലാവരുടെയും നമ്മൾ ഇപ്പോൾ ടൂറൊക്കെ പോകുമ്പോഴാണെങ്കിലൊക്കെ എല്ലാവരും ഇങ്ങനെ പറയും, ഊട്ടിയിലൊക്കെ അന്ന് പോയപ്പോഴൊക്കെ പലരും പറഞ്ഞിരുന്നു സ്വെറ്ററൊക്കെ ഇട്ടിട്ട് നല്ലപോലെ പൊതിഞ്ഞ്. അപ്പോൾ ഞാൻ അവന് സ്വെറ്റർ ഇട്ടുണ്ടായിരുന്നില്ല, തൊപ്പിയുള്ളൊരു ഉടുപ്പും പിന്നെ ഇങ്ങനെ പൊതിഞ്ഞ് പിടിക്കുകയാണ് ചെയ്തത്. ഈ സാധനമൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് പറ്റില്ല, അവന് ചൂടൊട്ടും സഹിക്കാൻ പറ്റില്ല. തണുപ്പ് ഇപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്ക് തണുപ്പ് വരുമ്പോൾ വയ്യാണ്ട് വരുമോയെന്നൊക്കെയാണ് പേടിയുണ്ടാവുക. പക്ഷെ കാണാൻ തണുപ്പ് ഒരു പ്രശ്നവുമില്ല. എത്ര തണുക്കുന്ന ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ആൾക്ക് പ്രശ്നമില്ല, ആൾക്ക് സന്തോഷമാണ്. പക്ഷെ ചൂടാണ് അവനൊട്ടും പറ്റാത്തത്. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും വലിയ വില്ലനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ചൂടാൾക്ക് ഒട്ടും പറ്റുന്നില്ല. തണുപ്പ് ഒരു കുഴപ്പമില്ല തണുപ്പ് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മഴക്കാലത്തിനേക്കാളും കൂടുതൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്നത് ഈ ചൂടുകാലത്തിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ എന്തായാലും ഈശ്വരനെ അനുഗ്രഹിച്ച് നല്ല രീതിയിലൊക്കെ തന്നെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന കണ്ണമ്മന് വേണ്ടി വേണം. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ആരാന്ന് ഇപ്പോഴും അറിയില്ല കേട്ടോ, നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോസ് ഇടുന്നു, നമ്മളുടെ വീഡിയോസിന് മറുപടി ആയിട്ടുള്ള വീഡിയോസുകൾ ഇടുന്നു എന്നൊക്കെ. അപ്പോൾ പലരും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ അത് മൈൻഡ് ആക്കണ്ടെന്ന്. ഒരിക്കലും ഞാനത് മൈൻഡ് ആക്കിയിട്ടേ ഇല്ല. പക്ഷേ എനിക്കത് എന്താണെന്ന് അറിയണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് വീഡിയോയിൽ പറഞ്ഞത്. കാരണം നമ്മളത് പറയുമ്പോൾ അതിന് മറുപടിയായിട്ട് അവരൊരു വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കണ്ണിൽ എങ്ങാനും പെടുകയാണെങ്കിൽ എനിക്ക് ഇന്ന ആളാണെന്നെങ്കിലും മനസ്സിലാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെയുള്ള എന്നെ അത്രയും ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കുറേ പേർക്ക് അറിയാം. പക്ഷേ ഇനിയിപ്പോൾ അത് ഞാൻ പോയി കണ്ടിട്ട് ഞാൻ വിഷമിക്കേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവരൊന്നും എൻ്റെ അടുത്ത് പറയാത്തത്. എന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് അതാരാണ് എന്താണെന്ന് പറയാത്തത്. പക്ഷേ ഞാൻ എൻ്റെ രീതിയിലൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വീഡിയോയിൽ ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞത്. കാരണം അവർ നമ്മളെന്ത് പറയുന്നു അതിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് വീഡിയോ ഇടുന്നത്. അപ്പോൾ അത് ഇനിയിപ്പോൾ ഒരു നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ട് എനിക്ക് അത് വരാണെന്നുണ്ടെങ്കിൽ എനിക്കത് അറിയാലോ, ആരാണെന്നെങ്കിലും അറിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യുന്നവരോട് സത്യത്തിൽ എനിക്കൊരു സഹതാപം മാത്രമേ ഉള്ളൂ. അവർക്കൊക്കെ നല്ല രീതിയിൽ ചിന്തിക്കാനായിട്ടുള്ളൊരു മനസ്സ്, അല്ലെങ്കിൽ ഇനിയെങ്കിലും അവർ നല്ല രീതിയിൽ ചിന്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനാണ് എനിക്കും ഇഷ്ടം. എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ എന്തെങ്കിലും ഒരു മോശമായിട്ട് ഇപ്പോൾ എന്നെ പറ്റിയാണെങ്കിൽ അല്ലെങ്കിൽ കണ്ണനെ പറ്റിയാണെങ്കിൽ പോലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്കായിരിക്കില്ല, അവരുടെ കുഞ്ഞു മക്കളെ അത് ബാധിക്കരുത്. കാരണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്ത ആളുകളാണ്. നമ്മൾ അമ്മമാരൊക്കെ എന്തെങ്കിലും മനസ്സുകൊണ്ട് പോലും ആരെങ്കിലുമൊക്കെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ബാധിക്കുന്നത് ഒരുപക്ഷെ ഒന്നും അറിയാത്ത നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഇനിയെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ ഈ വീഡിയോ നിർത്താൻ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക.